ഇത് അനുഭവ സിൻഹ സംവിധാനം ചെയ്ത അസി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു ലഘു അവലോകനമാണ്. അസി അതായത് 80. ഇന്ത്യയിൽ ഓരോ ദിവസവും നടക്കുന്ന ബലാത്സംഗങ്ങളുടെ ഏകദേശ കണക്കാണിത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാക്കുമല്ലേ? ലൈംഗികാതിക്രമങ്ങളോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ക്രൂരതയും നിയമവ്യവസ്ഥയിലെ പാളിച്ചകളും പച്ചയായി വരച്ചു കാട്ടുന്ന, നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കിടിലൻ ലീഗൽ ഡ്രാമയാണിത്. ഒന്നാമതായി ഇതിലെടുത്തു പറയേണ്ടത് സമൂഹത്തിന്റെ ക്രൂരതയും പ്രതികളുടെ ആ ഒരു ഭയപ്പെടുത്തുന്ന നിസ്സംഗതയുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിക്രമത്തിനിരയായ പരിമയെ വിദ്യാർത്ഥികൾ വാട്സാപ്പിലൂടെ പരിഹസിക്കുകയാണ്. അതുപോലെ കുടുംബമാനം രക്ഷിക്കാൻ കേസ് പിൻവലിക്കാൻ ഭർത്താവായ വിനായ് കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ട്. പോലീസിന്റെ അഴിമതിയും ഇരയെ കുറ്റപ്പെടുത്തുന്നതുമൊക്കെ ഇതിൽ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഭയാനകമായ കാര്യം എന്താണെന്നോ? ഈ ക്രൂരകൃത്യത്തെ വെറുമൊരു കളിയായി കണ്ട് പ്രതികൾ കോടതിയിൽ വളരെ സ്റ്റൈലായി വരുന്നതും ഡിസ്കോയിൽ പോയി ആഘോഷിക്കുന്നതുമൊക്കെയാണ്. രണ്ടാമതായി, ആൾക്കൂട്ട നീതിയുടെയും മീഡിയ ട്രയലുകളുടെയും അപകടങ്ങൾ ഈ ചിത്രം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിസ്റ്റം പരാജയപ്പെടുമ്പോൾ നിയമം കയ്യിലെടുക്കുന്ന ഛത്രിമാൻ എന്ന കഥാപാത്രം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഗൗരവ് സോളങ്കി എഴുതിയ മൂർച്ചയുള്ള കോടതി ഭാഗങ്ങൾ രാവി എന്ന വക്കീൽ കഥാപാത്രത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിനിടയിൽ കോടതിക്ക് പുറത്തുവെച്ച് രാവിയുടെ മുഖത്ത് കരിമഷി ഒഴിക്കുന്ന രംഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായി, അമിത നാടകീയതയൊന്നും ഇല്ലാതെ തന്നെ വളരെ മികച്ചൊരു സന്ദേശം നൽകാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട്. അടുത്ത തലമുറയെ ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിനായ്, മകൻ ധ്രുവ് എന്നിവരുടെ ആ ഒരു അച്ഛൻ മകൻ ബന്ധത്തിലൂടെ ചിത്രം മനോഹരമായി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ അഭിനയമാണ്. വക്കീലായി ടാപ്സി പന്നുവും അതിജീവിതയായി നമ്മുടെ കനികുസൃതിയും ജഡ്ജിയായി രേവതിയും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവരോടൊപ്പം കുമുദ് മിശ്ര, സീഷൻ അയ്യൂബ് എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ശരിക്കും ഗംഭീരമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനങ്ങളും ഹൃദയസ്പർശിയായ കഥ പറച്ചിലുമുള്ള അസി, അതിന് ശക്തമായ ആ ഒരു സന്ദേശം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് കേട്ടോ.